അതേപോലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ടൊറോണ്ടോക്ക് വന്നപ്പോൾ ഞാന് ഒരു കപ്പിളിന് ഇതേപോലെ ലിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പൊ ഇത് ലൈക്ക് നമ്മള് ഓൺലൈൻ സർവീസസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഐ എം ഡ്രൈവിംഗ് ഹിയർ ടുഡേ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും, ഞാനും വന്നോട്ടെ, നമുക്ക് ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് റൈഡ് ഷെയറിങ് പോലെയുള്ള സംഭവം. അപ്പൊ ഞാൻ ഏതായാലും ടൊറോണ്ടോ വരികയാണ്. കുറെ നേരമായി ടൊറോട്ടോ ഏതായാലും ടൊറോണ്ടോ വരികയാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ലേഡിയെ മെസ്സേജ് അയച്ചത്, ഒരു വൈറ്റ് ലേഡി. അപ്പോൾ വൈറ്റ് ലേഡി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ്, ഞങ്ങൾ 2 പേരുണ്ട്, പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഗ്രേസും കൂടിയാണ് സയാന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ എന്റെ വണ്ടിയിൽ 2 സ്പേസ് ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവര് മറ്റേ സൂട്ട് കേസും ലഗേജ് ഒക്കെ ആയിട്ടാ വരുന്നത്. എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞ് ഐ എം സോറി ഐ ഡിഡ്ന്റ് മെൻഷൻ ദിസ്. പക്ഷെ എനിക്ക് സീൻ ചെയ്തു, കാരണം വണ്ടിയില് ബാക്കിൽ 2 ആൾ ഇരുന്നാലും നടുവിലൊരു ഗ്യാപ്പ് ലഗേജ് അല്ല വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവര് കേറി ഇരുന്ന്, അപ്പൊ ഇവര് 2 പേരും അവരുടെ ഒരു 30s ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ കേറി ഇരുന്ന് വൈറ്റ്സ് ആണ്. അപ്പൊ നീ പറഞ്ഞ പോലെ നമുക്ക് വല്ലപ്പോഴാണല്ലോ ഈ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന ചാൻസസ്. അപ്പൊ അത് മിസ് ചെയ്യേണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ സ്മോൾ ടോക്സ് ഒക്കെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരിച്ച് തുടങ്ങിയപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു, are you guys on vacation എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ മുഖത്തൊക്കെ നോക്കിയാണ്ട് മേ ബി വി ക്യാൻ സേ ദാറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ച് ലൈക്ക് എവിടുന്നാണ് നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം ഈ ആള് പറഞ്ഞ് ഞാന് US എന്നാണ്. US പ്രോബബ്ലി ഒരു മോസ്റ്റ് 90% 95% ആക്സിഡന്റ് കയറി വന്നു. 55 ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവനെപ്പോഴും ഫിലിപ്പീനോസിനെ കളിയാക്കിയിട്ട് ഇവന് 55 പറയാം. അപ്പം അപ്പൊ 95% ഇവര് ഡേറ്റിങ്ങോ മാരീഡോ എന്തെങ്കിലുമൊക്കെ, പ്രോബബ്ലി ഡേറ്റിംഗ് ആയിരിക്കും, ഇവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ US വന്നതൊക്കെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. ഇവരൊരു ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഇയാള് പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് ബെറ്റർ, US ആണോ കാനഡ ആണോ ചോദിച്ചു. അപ്പൊ മൂപ്പര് ഓഫ് കോഴ്സ് കാനഡ, ഞാൻ കാലിഫോർണിയ എന്നാണ് വരുന്നത്. അപ്പം വെദർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കാലിഫോർണിയ പ്രിഫർ ചെയ്യും, പക്ഷെ ബാക്കി അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് കാനഡയാണ് ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആദ്യമായിട്ടാണ് ഒരാൾ US പോയ ആൾക്കാരൊക്കെ, എനിക്ക് തോന്നുന്നത് ഇമിഗ്രൻസ് ഒക്കെ US ആണ് ബെറ്റർ, ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഇമിഗ്രൻസിനോടാണ് പൊതുവെ ഉണ്ടാവാറ്. പക്ഷെ ലോക്കൽസ് മേ ബി തിങ്ക് കാനഡ ഇസ് ബെറ്റർ എന്നാവും. അങ്ങനെ ഓരോ സംസാരങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന്, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, ഞങ്ങളിവിടെ 8 മാസമായിട്ടുള്ളൂ വന്നിട്ട്, ഞങ്ങൾ ഇന്ത്യന്നാണ്, യു ഗൈസ് ഹാവ് പ്ലാൻ ടു വിസിറ്റ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇന്ത്യനെ കുറിച്ച് ഘോരം അതായത് ഒരുപാട് കൾച്ചേഴ്സ് ഉള്ളതാണ്, ഒരുപാട് ലാംഗ്വേജ് ഉള്ളതാണ്, ഫുഡ് നിങ്ങൾക്ക് സ്നോ ഏരിയ വേണമെങ്കിൽ അതുണ്ട്, ഡെസേർട്ട് വേണമെങ്കിൽ അതുണ്ട്, ഗ്രീനറി വേണമെങ്കിൽ അതുണ്ട്, റിവേഴ്സ് ഓഷൻ വേണമെങ്കിൽ അതുണ്ട്, എല്ലാ ഒരു എവറിത്തിങ് ഇൻ എ നട്ട്ഷെൽ വേണമെങ്കിൽ അതുണ്ട്, എല്ലാം അതും അടങ്ങുന്ന ഒരു കൺട്രി ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവരോട് ചോദിച്ചു വാട്ട് ഡു യു ഡു ഫോർ എ ലിവിംഗ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞ് ഞാന് ഇപ്പം നഴ്സിംഗിന് പഠിക്കാണ്, ടു ബിക്കം എ നേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കൂൾ എന്നൊക്കെ ഇങ്ങനെ മെയിൽ നേഴ്സ് PR ആകാശിനെ പോലെ എന്നിട്ട് എന്താ നമ്മൾ ആവേശം സംസാരിച്ചു വേറൊരു ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങോട്ട് മൂപ്പര് പറഞ്ഞേ ഞാൻ ആദ്യം ഒരു ടീച്ചറായിരുന്നു, പിന്നെ എനിക്ക് ആ ജോബ് ഇങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നെ ഒരു ചേഞ്ച് വേണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തത്. എനിക്ക് ആൾക്കാരെ സെർവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നഴ്സിങ്ങിന് ജോയിൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ ഹൈസ്കൂളിൽ സയൻസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്, എസ്പെഷ്യലി കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പൊ ഞാൻ ചോദിച്ചു were you the cool teacher or the strict ടീച്ചർ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മുപ്പര് പറഞ്ഞ്
I was kind of bored because when I started teaching, അതായത് ഇങ്ങേര് പഠിപ്പിക്കാൻ തുടങ്ങിയ ടൈമില് ഇങ്ങേര് 23 വയസ്സുണ്ടായിരുന്നുള്ളൂ. 23-ാം വയസ്സിലാണ് മൂപ്പര് പ്രായം. അതെ, നമ്മുടെ പ്രായം. ഞാനും അപ്പൊ അതാ മൂപ്പരോട് പറഞ്ഞു, 23 now. അപ്പൊ 23-ാം വയസ്സിലാണ് മൂപ്പര് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ മൂപ്പർക്ക് ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞാൽ 17-18 വയസ്സുള്ള പിള്ളേരാ. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കുമ്പോ എന്റെ 5 വയസ്സിനൊക്കെ ഇളയതാ. അപ്പൊ എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആവാനും പറ്റില്ല, പക്ഷെ ഭയങ്കര ലീനിയന്റ് ആയാലും അപ്പൊ ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ട് എനിക്ക് ആ ജോബ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല സെറ്റിൽഡ് ജോബ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് മൂപ്പര് ഈ നഴ്സിംഗിന് പഠിക്കാൻ കയറിയെന്ന് പറഞ്ഞത്.